ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ കുറേയായി വീഡിയോ ചെയ്തിട്ട് വിഷുവിന് നമ്മൾ ഗിവ് അവേ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിന്നേഴ്സിനെ നമ്മളിതുവരെ തിരഞ്ഞെടുത്തിട്ടില്ലായിരുന്നു. അത് തിരഞ്ഞെടുക്കാത്തതിൻ്റെ മെയിൻ കാര്യം നമുക്കിപ്പോഴും ഷെയർ ചെയ്ത് ഓരോരുത്തർ അയക്കുന്നുണ്ട്. അതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ എല്ലാവരും ചിലപ്പം അവർക്ക് വീഡിയോ ചിലപ്പോൾ ചെല്ലുന്നത് ഇപ്പോഴായിരിക്കാം, പക്ഷെ അവർ അതിൻ്റെ ഡേറ്റ് നോക്കുന്നില്ല. അവരെന്നപ്പോൾ അതങ്ങനെ കേൾക്കുമ്പോൾ അവർ ഷെയർ ചെയ്ത് തരുന്നു. അപ്പം നമ്മൾ അതുകൊണ്ടാണ് ഒരുപാട് പേര് വീണ്ടും വീണ്ടും ഷെയർ ചെയ്യുമ്പം അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. അപ്പം അത്രയും പേരുടെയും കൂടെ നോക്കിയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചാണ് വെയിറ്റ് ചെയ്തത്. അപ്പം കുറേ പേര് എനിക്ക് മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു, ഗീവ് അവേയുടെ വിന്നറിനെ അറിയിച്ചോ അല്ലെങ്കിൽ തിരഞ്ഞെടുത്തോ എന്നൊക്കെ ഒരുപാട് പേര് അങ്ങനെയും മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ താമസിച്ചത് ഇതുകൊണ്ടാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഗീവ് അവേ ചെയ്തപ്പോഴേക്കും എനിക്കൊരു മന്ത് കഴിഞ്ഞിട്ടും നമ്മൾ ഗീവ് അവേയുടെ വിന്നറിനെ അറിയിച്ചതിന് ശേഷവും നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. ഷെയർ ചെയ്തിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, ലൈക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഗീവ് അവേയുടെ വിന്നറിനെ തിരഞ്ഞെടുക്കാൻ ലേറ്റായത്. അപ്പോൾ ഇനി കുറച്ച് ഗിൽറ്റർ ട്യൂബ് ന്യൂ കളേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്ന് കാണിക്കാം കേട്ടോ. ഇതൊരു നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഒരു ബ്ലൂ എല്ലാം കൂടി ചേർന്നിട്ടൊരു ഷെയ്ഡ്, ബ്ലാക്കൊക്കെ ചേർന്നിട്ടൊരു ഷെയ്ഡ്, നല്ല കളറാണ്. പിന്നുള്ളത് റോസ് കളർ. ഇത് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്നു റോസ് കളറ്. പിന്നെ വരുന്നതൊരു ഇതാണ് കൂടുതൽ ഒരുപാട് സ്റ്റോക്ക് എടുത്തിട്ടുള്ള ഒരു കളറാണ്. ഇത് ഏറ്റവും കൂടുതലും പോയിട്ടുള്ളൊരു കളറാണ്. ഇത് നമ്മൾ മിക്കപ്പോഴും സ്റ്റോക്ക് വന്നാൽ പെട്ടെന്ന് തീരുന്ന ഒരു കളറായിരുന്നു. പിന്നെ വരുന്നത് ഒരു റെഡ് എന്ന് പറയാൻ പറ്റില്ല, റെഡ് ഒരു റാണി പിങ്ക് എന്നൊക്കെ, റെഡും ഒരു പിങ്കിഷും എല്ലാം കൂടി ചേർന്നിട്ടൊരു കളറ്, റാണി പിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു കളറ്, നല്ലൊരു ഷെയ്ഡാണ്. അപ്പം ഇത് ഇത്രയും 4 കളേഴ്സാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ. 4 കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളതെന്നല്ല, പുതിയ ഷെയ്ഡ് 4 കളേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പം ഈ 4 കളേഴ്സാണ് ഇപ്പം ഉള്ളത്. അതല്ലാതെ വേറെ കളേഴ്സ് ഉണ്ട് കേട്ടോ. ഗ്രീന്, പിന്നെ 2 ടൈപ്പ് ഗ്രീനുണ്ട്, പിന്നെ ഒരു ലാവൻഡർ ഷെയ്ഡും ഉണ്ട്, മെറൂൺ ഷെയ്ഡും ഉണ്ട്. ഇത് കൂടാതെ കേട്ടോ, ഇത് പുതിയ വന്ന കളേഴ്സാണിത് 4 എണ്ണം. അപ്പം ഇതാണ് കുറച്ചും കൂടെ കൂടുതലും ആളുകൾ വാങ്ങിയിട്ടുള്ള കളറ്, ഈ ഒരു കളറാണ്. അപ്പം നമുക്കിനി ഗീവ് അവേയുടെ വിന്നറിനെ തിരഞ്ഞെടുക്കണം. അപ്പോൾ അതാരാന്ന് ഒരുപാട് പേര് ചോദിക്കുന്നു, കുറേ നാളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം 350 കിറ്റാണ് നമ്മൾ ഗീവ് അവേ വിന്നറിന് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഈ വെച്ചിരിക്കുന്ന ബൗളിനകത്തുനിന്നും ഗീവ് അവേ വിന്നറിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ്. ഇതിനകത്ത് നമ്പേഴ്സുണ്ട്, പിന്നെ നമുക്ക് ഇൻസ്റ്റയിൽ അയച്ചവരുടെ ഉണ്ട് നെയിംസ്, പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ നെയിംസ്, അതായത് ഇതിനകത്ത് യൂട്യൂബിൽ മെസ്സേജ് അയച്ചവരുടെ ഉണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ ഇതിൽ നമ്മൾ നമ്പറായിട്ടും ഉണ്ട്, നെയിമായിട്ടും ഉണ്ട്, അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ യൂട്യൂബിലെ ആൾക്കാരുടെ നമ്പറില്ല. അപ്പം നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ള ആ ഒരു ഇതിനകത്ത് തന്നെ നമ്മൾ തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും, ആർക്കാ കിട്ടിയെങ്കിൽ. പിന്നെ നമ്പറുള്ളവർക്ക് പിന്നെ കുഴപ്പമില്ലല്ലോ. നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ വിന്നറിനെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ കാരണം ഒരുപാട് പേർക്ക് ചിലപ്പം ഡൗട്ട് തോന്നാം. ഇത് ഇവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ എടുത്തിട്ട് പറയുന്നതാണോ, അല്ലെങ്കിൽ ഇത് ശരിക്കും പേരൊക്കെ എഴുതിയിട്ടിട്ട് എടുക്കുന്നതാണോ, അങ്ങനത്തെയൊക്കെ ഒരു ഡൗട്ട് വരാം. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇത് ഇങ്ങനെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യവും നമ്മളിങ്ങനെ തന്നെയാണ് വിന്നറിനെ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇതിൽ ഒരാളെ തിരഞ്ഞെടുക്കാൻ പോവാണ് ഞാൻ. ബൗളിൽ നിന്ന് താഴെ പോകുമോ എന്ന് വിചാരിച്ചിട്ടാട്ടോ എടുത്തത്. അപ്പം നമുക്ക് ഒരാളുടെ പേര് കിട്ടിയിട്ടുണ്ട്, ശ്രീസ് വേൾഡ്, അങ്ങനെ ഒരാളുടെ പേരാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇതൊന്നെങ്കിൽ ഇൻസ്റ്റഗ്രാമിലുള്ളതോ അല്ലെങ്കിൽ യൂട്യൂബിലുള്ളതോ ആയിരിക്കും. അപ്പം നമുക്ക് ഇവരെ കോണ്ടാക്റ്റ് ചെയ്യണമെങ്കിൽ ഇവരുടെ ഒന്നെങ്കിൽ നമുക്ക് അയച്ചിട്ടുള്ള ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ അതിനകത്ത് മെസ്സേജ് അയക്കും, പിന്നെ യൂട്യൂബിലാണെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ, അപ്പം അതിലോട്ട് മെസ്സേജ് അയക്കും. അപ്പോൾ എന്തായാലും അവർക്ക് നോട്ടിഫിക്കേഷൻ ചെല്ലുമല്ലോ, അപ്പം അങ്ങനെ അറിയാൻ പറ്റും. അപ്പം നമുക്കിത് ഇൻസ്റ്റഗ്രാമിലെ ആണോ അതോ
യൂട്യൂബിലെ ആണോ എന്നറിയില്ല കേട്ടോ, ഏതിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നതെന്ന് അറിയില്ല, അതിനെ നോക്കണം. അപ്പോൾ ശ്രീസ് വേൾഡ് കാണുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കാം. ശ്രീസ് വേൾഡ് എന്ന് പറയുന്ന ഒരാൾക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ ഇവർക്ക് അയക്കുന്ന സാധനത്തിൻ്റെ പാക്കിങ്ങും ഇതാരാന്നുള്ളതും എവിടെയാണ് സ്ഥലവും ഒക്കെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ ഇനി ഞാൻ കൊടുക്കുന്നത് എത്രയൊക്കെ വെച്ചിട്ടാണ്, കുറവാണോ കൂടുതലാണോ അതൊക്കെ അറിയണമെന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടി ഒരു പാക്കിംഗ് വീഡിയോ തന്നെ ചെയ്യുന്നതായിരിക്കും. അതും ഫ്രീ കിറ്റിന് എങ്ങനെയാണ് പാക്ക് ചെയ്ത് കൊടുക്കുന്നത്, എല്ലാം കാണുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഫ്രീ കിറ്റ് പാക്ക് ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ കാണിക്കും. അപ്പോൾ ആ കൂട്ടത്തിൽ ഇവരുടെ ഡീറ്റെയിൽസും പറയും, വിന്നർ ആരാന്നുള്ളത്. ഇപ്പം നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പം ഇന്നത്തെ വിന്നർ എന്ന് പറയുന്നത് ശ്രീസ് വേൾഡാണ്. നമ്മുടെ ഒരു 350ൻ്റെ എന്തുവായിരുന്നു വിഷു കിറ്റിൻ്റെ അവകാശി എന്ന് പറയാം ആണ് ഈ ശ്രീസ് വേൾഡ്. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ പറഞ്ഞ പോലെ 350ൻ്റെ കിറ്റിൻ്റെ ഫ്രീ കിറ്റിൻ്റെ ഇവർക്ക് കൊടുക്കുന്ന കിറ്റിൻ്റെ വീഡിയോ ആയിരിക്കും ചെയ്യുന്നത്, പാക്കിംഗ് വീഡിയോ ആയിരിക്കും ചെയ്യുന്നത് കേട്ടോ. അപ്പം എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അതിൽ അറിയാൻ പറ്റും. അപ്പം മുന്നോട്ടും ഇതുപോലുള്ള നിങ്ങളുടെ സപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്കിനിയും കിറ്റുകൾ ഇതുപോലെ ഫ്രീ കിറ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇതുപോലെ ഇനിയും ഫ്രീ കിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും കൂടി വേണം. അപ്പോൾ ഈ ഗിൽറ്റർ ട്യൂബൊക്കെ വേണമെന്നുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ. കോൾ എടുത്താൽ നമുക്ക് ചിലപ്പം എപ്പോഴും അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല കോൾ വിളിച്ചാൽ. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. താങ്ക്